ಪ್ರಿಯ ಸುಹೃತ್ತುಗಳೇ, ನಿಮಗೆ ನಮಸ್ಕಾರ. ನಿಂಗೊಂದಿಗೆ വളരെ പ്രധാനപ്പെട്ട ಒಂದು ವಾರ್ತೆ ಹೇಳಲೇ ಇದ್ದೆ. ദൈവനെക്കുറിച്ചും ആത്മരക്ഷനെക്കുറിച്ചും ಹೇಳಲೇ ಆಗ್ರಹ ಇದ್ದೆ. നിങ്ങ കയ്യിലിറ ചിത്രപുസ്തകല് ಈಗ കണ്ടുകൊണ്ടിര ആ മനോഹരമായ പടല് ദൈവന സ്നേഹനെക്കുറിച്ച് ഏകദേശ ആശയ മനസ്സിൽ ಮಾಡಬಹುದು. ഈ പാട്ട് കേಳ സമയ കയ്യിലിറ പുസ്തക ಎರಡಾം താള് മറಸಬಹುದು. ശരി, ഇനി തുടങ്ങാം. ചിത്രം 1. ആദിയിൽ. ആദിക്ക് ദൈവം മാത്രം ഇದ್ದത്. ദൈവ ഉള്ളവನು. ദൈവ എല്ലാದ ಮೇಲೂ അധികാരമുള്ളവನು. ദൈവ ലോകനെ നിർമ്മിച്ചതാണ്. ദൈവ ഇരുട്ടിനെ നിർമ്മിച്ചതാണ്. ഇരുട്ടിനെ മാത്തലെ വെളിച്ചനെ നിർമ്മിച്ചതാണ്. സൂര്യനെ നിർമ്മിച്ചതാണ്. തിങ്കനെ നിർമ്മിച്ചതാണ്. ചിത്രം 2. ദൈവവചനം. ഇത് സത്യവേദ പുസ്തക ദൈവവചന. ഇത് പണ്ടേ ഉള്ളത്. ദൈവനെക്കുറിച്ച് ഇതിൽ ಹೇಳಿದ പോലെ ಈ ವಚನಾಡಿസ്ഥാನಲು ಎಂತಿಗ ದೈವಕಲ್ಪನ ചേരಬಹುದು. ഈ സത്യമായ കാര്യ ദൈവവചനಲು ഉള്ളത്. ചിത്രം 3. സൃഷ്ടിപ്പ് ഉൽപ്പത്തി. ദൈവ എല്ലാതിനെയും ഉണ്ടുമാടിത്ത്. ദൈവ എല്ലാದ ಮೇಲೂ അധികാരമുള്ളവನು. ദൈവ ലോകനെ നിർമ്മിച്ചതാണ്. ദൈവ ഇരുട്ടിനെ നിർമ്മിച്ചതാണ്. ഇരുട്ടിനെ മാത്തലെ വെളിച്ചനെ നിർമ്മിച്ചതാണ്. സൂര്യനെ നിർമ്മിച്ചതാണ്. തിങ്കനെ നിർമ്മിച്ചതാണ്. കുന്നും മലയും കടലും ഹൊളയും മുട്ടുമാടിത്ത്. ചിത്രം 4. ആദാമും ഹവയും. ആദിക്ക് മൈസനെ മാടിത്ത്. അവന് ആദാമ് എന്ത് പേര്. സ്ത്രീയെ മാടിത്ത്. അവക്ക് ഹവ എന്ത് പേര്. അവനെ ಒಂದು തോട്ടല് ദൈവ ಬಿಟ್ಟത്ത്. അവർക്ക് ആ തോട്ട എല്ലാ അധികാരവും ಕೊಟ್ಟത്ത്. ಎಂದಲೇ ಒಂದು ಪ್ರತ್ಯೇಕ ಮರ ಹಣ್ಣು ತಿನ್ನಬೇಡ ಎಂದು ಹೇಳಿತು. ಅವರು ದೈವ ಹೇಳಿದ ಆ ವಾಕ್ ಮರೆದು ಆ ಮರ ಹಣ್ಣು ತಿಂದರು. ಈ ಕಾರಣ കൊണ്ട് ദൈവവും മൈസനും തമ്മില ബന്ധ നഷ്ടമായിത്ത്. അവർക്ക് ദൈവ ಕೊಟ್ಟ തോട്ട നഷ്ടമായിത്ത്. അവർക്ക് ദൈവ കൂടെയുള്ള ബന്ധ നഷ്ടമായിത്ത്. അന്നു മുതൽ മനുഷ്യന് ജോലി ചെയ്ത് ഇടവന്ത്. ಚಿತ್ರ 5. ಕಾಯಿനും ഹാബേലും. ആദമക്ക് ഹവ്വയ്ക്ക് 2 മക്ക ഉണ്ടാത്ത്. കായിനും ഹാബേലും. ഹാബേലിനെ കായിന് അസൂയ മൂത്ത് കൊന്നുവിട്ടാണ്. അവന ഒവ്വേ അപ്പനെ പോലെ കായിന് പാപ ചെയ്താണ്. ചിത്ര 6. നോഹയുടെ പെട്ടകം. ಅಂಚೆ ಅನೇಕ ಕೊಲ್ಲ ಹೊತ್ತು ಆದಾಮು ಹವ್ವಯ್ക്കും ಅನೇಕ ತಲೆമുറ ഉണ്ടാത്ത്. ഈ തലമുറ എല്ലാം ദൈവ മുമ്പാകെ പാവ ചെയ്താറ്. മനുഷ്യന ഈ പ്രവൃത്തി ദൈവസന്നിധിയിൽ എത്തിത്ത്. ദൈവ ഈ ജനനെ നീറുകൊണ്ട് നശിപ്പിച്ചലെ തീരുമാനിച്ചിത്ത്. ആ കൂട്ടല് നോഹ എന്ന ആളുക ദൈവ കരുണെ കൊട്ടത്ത്. ഈ സമയ ദൈവനെ കുറിച്ച് ലോകല് ಹೇಳಿದಾണ്. പക്ഷേ നോഹന വാക്ക് ജനക്ക് അംഗീകാര കാണെ. ചിത്രം 7. ജലപ്രളയം. ദൈവ ಹೇಳಿದ പോലെ പക്ഷികള് മൃഗജാലകള് എല്ലാം നോഹ ಮಾಡಿದ പെട്ടകൽ കടದത്ത്. നോഹായും തന്ന ഭാര്യ തന്ന മകന് പെട്ടകല് ಬಂದದು. ಮೋಡದ ಮಳೆ ಭೂಮಿಗೆ ಬಂತು. ഭൂമിದ ഉറവ് ಬಂತು. ഭൂമി മൂടിത്ത്. ഭൂമിയിലുള്ളത് എല്ലാം ഒടുകിത്ത്. നോഹയും കുടുംബവും രക്ഷപ്പെട്ടത്. ചിത്ര 8. അബ്രാഹം സാറയും ഇസഹാക്ക്. കുറെ കൊല്ല കടന്നു ಹೋತು. നോഹയ്ക്ക് അനേക തലമുറ ഉണ്ടാത്ത്. ആ കൂട്ടല് അബ്രാഹാം ദൈവനെ കൈക്കൊണ്ടാണ്. അബ്രാഹമുകും സാറയ്ക്കും തലമുറ കൊട്ടത്ത്. അവനക്ക് ഇസഹാക്ക് എന്തു പേര്. ആ കുടുംബന്ത യേശു വന്ദനം. ചിത്രം 9. മോശയും ദൈവപ്രമാണവും. അബ്രാമന മക്ക ലോകല് വർദ്ധിച്ചിത്ത്. അവർക്ക് ഇസ്രായേൽ എന്ന പേര്. ആ കൂട്ടല് മോശ എന്ന ആള് ദൈവന കൂടെ നടതാണ്. ഒഞ്ചിന ಒಂದು മലക്ക് മോശനെ ദൈവ കരുതാണ്. ദൈവന പ്രമാണ മോശക്ക് കൊട്ടാണ്. ചിത്രം 10. 10 കൽപ്പന. സത്യദൈവനെ അനുസരിച്ചಬೇಕು.
ಭೂಮಿയിലുള്ള ಮನುಷ್ಯನ ಪ್ರತಿಮೆ ಮಾಡಬಾರದು, ಪಕ್ಷಿನ ಪ್ರತಿಮೆ ಮಾಡಬಾರದು, ಮೃಗನ ಪ್ರತಿಮೆ ಮಾಡಬಾರದು, ಭೂಮಿಲ ಯಾವದನ ಪ್ರತಿಮೆ ಮಾಡಬಾರದು, ಕೊಲೆ చేయಬಾರದು, ವ್ಯಭಿಚಾರ చేయಬಾರದು, കളವು చేయಬಾರದು. ಈ ದೈವವಚನ ಜನ ಅನುಸರಿಸಬೇಕು. ചിത്രം 11. പാപപരിഹാരമായി യാഗം. മനുഷ്യന് കാട്ടിದ പാതക ദൈവ മൃഗബലി നിയമിച്ചതാണ്. ಈ ಮೃಗಬಲಿ ಯೇಸುಕ್ರಿಸ್ತನ ಕ್ರೂಶ್ ಮರಣನೆ ಕಾಣಿಸೋದು. ಯೇಸುನ ಈ ಪ್ರವೃತ್ತಿയിൽ വിശ്വസിച്ച് മനുഷ്യനക്ക് രക്ഷപ്പെടಬಹುದು. ചിത്രം 12. വാഗ്ദത്തം ചെയ്യപ്പെട്ട രക്ഷകൻ. യേശു ಎಂತಿಗ ജനിച്ചത് ಎಂದು ನೋಡಬಹುದು. ദൈവನ നേരത്തെ ഉള്ള തീരുമാന പ്രകാര ಒಂದು രക്ഷകനെ ലോകക്ക് അയച്ചതാണ്. ആ കാലത്ത് യോസഫ് ಎಂದು ಆಳಗೆ ಮದುವೆ ನಿಶ್ಚಯಿಸಿದರು. ಆ ನಿಶ್ಚಯಿಸಿದ ಸ್ತ್ರೀಯೊಂದಿಗೆ ದೈವದೂತನು ಬಂದು ಹೇಳಿದನು, ನಿನ್ನ ಮೇಲೆ ದೈವನ ಶಕ್ತಿ ಬಂದದು, ಆ ಶಕ್ತಿ ನಿನ್ನ ಉಳ್ಳಿಲು ഉരുവാതത്, അവനക്ക് യേശു എന്തു പേർ കരയ്ക്ക്. ഇത് ഒന്ന് കാര കൊണ്ട് യോസഫ് അവനെ ഉപേക്ഷിച്ചലെ തീരുമാനിച്ചതാണ്. ആ സന്ധ്യ ദൈവ സ്വപ്നല് യോസഫിനെ, യോസഫേ, നിനക്ക് തീരുമാനിച്ചതവനെ ഉപേക്ഷിച്ചപ്പെടാം. ಅವಗುಳ ಕೂಸು ದೈವ ಕರುಣ ಕೊಂಡು ಉಂಟಾದದು. ಈ ಕೂಸು ಮೈಸನ ಪಾವನೆ രക്ഷ ചെയ്വലെ ಬಂದನು. ചിത്രം 13. യേശുവിൻ്റെ ജനനം. ബത്ലഹേം ಎಂದ ಗ್ರಾಮಗ യോസേഫും മേരിയും ಹೋದರು. ಅಲ್ಲಿ ಪ್ರಸವಗ ಒಂದು ಮನೆയും ಚಿಕ್ಕಿತಿಲ್ಲ. ಅವಸಾನ ಒಂದು ಆಲೆಲು ಪ್ರಸವ ನಡೆದತ್ತು. ആ സമയ ദൂര ಒಂದು തലല് ആടിനെ മേയ്സ ആട് നോട്ടക്കാർക്ക് ദൈവന ദൂതന് പ്രത്യക്ഷ ആദനം. ആ ദൂതന് അവരോട് നിങ്കകായി ಒಂದು ആലില് ಒಂದು ಕೂಸು ജനിച്ചതിനെ ആട് നോട്ടക്കാറ് കൂസിനെ കാണലെ സന്തോഷത്തോടെ ಹೋದರು. ചിത്രം 14. യേശു ഒരു ഉപദേശവായി. യേശു 12 വയസ്സിൽ ആ കാലല ഉപദേശകരോട് ചോദ്യം കേളിതാണ്. അവന അറിവിൽ അവർക്ക് അതിശയ ആത്ത്. ഏകദേശ 30 പ്രായല് യേശു തന്ന സുവിശേഷ ആരംഭിച്ചതാണ്. ദൈവനെക്കുറിച്ച് ആ ജനങ്ങൾക്ക് ಹೇಳಿಕೊಟ್ಟಾണ്. ആ കാലല് മതനേതാക്കന്മാർക്ക് ഈ കാര്യ വിശ്വാസ ಬಂತಿಲ್ಲ. വിശ്വാസ ಬಂದ ಜನ യേശുവിനെ കൈക്കൊണ്ടുണ്ട്. ചിത്രം 15. യേശുവിൻ്റെ അത്ഭുതങ്ങൾ. യേശു മേലെയുള്ള ദൈവന ശക്തി കൊണ്ട് ബർത്തിമായി എന്ന കുരുടനക്ക് കാഴ്ച കൊട്ടാണ്. നിന്ന ജീവിതത്തിലും കാഴ്ചയില്ലതലെ യേശു നിനക്ക് കാഴ്ച കൊട്ടാണ്. വേറെ ഒഞ്ചിന ജൈറോസ് കുടുംബല മരണപ്പെട്ട ഊസിനെ ജീവന് കൊട്ടാണ്. ആ കുടുംബല് വളരെ സന്തോഷ ഉണ്ടാത്ത്. ಒಂದು ಸಂಜೆ ಶಿಷ್ಯന്മാരും യേശുവും ಒಂದು തോണില് ಹೋಪ സമയ ഗാളിയും മഴയും ಬಂತು. യേശു ഗാളിനെയും മഴനെയും അടക്കിയതാണ്. അവർ ജീവിതല് വന്ന എളുക്കിനെ യേശു മാറ്റിതാണ്. പ്രിയജനമേ, നിങ്ക ജീവിതലും ഈ വിഷയ യേശു മാറ്റിക്കൊട്ടാണ്. ചിത്രം 16. യേശുവിൻ്റെ കഷ്ടത. യേശു അനേക അത്ഭുത ചെയ്താണ്. ജന അവനെ കൈക്കൊണ്ടറ്. ആ കാലല മതനേതാക്കളെ അവർണ മോഖ നോടാതെ അവർണ കുറ്റ യേശു ಹೇಳಿದಾണ്. യേശുവിന ഈ ಒಳ್ಳೆ പ്രവൃത്തി ആ കാലല മതനേതാക്കന്മാർ കൈക്കൊണ്ടതില്ല. യേശുവിനെ അവർ അളി ಮಾಡಿದಾರೆ, കുറ്റ ಹೇಳಿದಾರೆ. യേശുവിന് ഇതുപോലെ സംബന്ധമ എന്നുള്ളത് നേരത്തെ ഉള്ള ദൈവ കൽപ്പന. ചിത്രം 17. യേശുവിൻ്റെ ക്രൂശീകരണം. യേശുവിനെ അവർക്ക് കുരിശിൽ തറച്ചു കൊന്തറ്. 2 കള്ളന്മാരെ അവന എടകും ബലകും ക്രൂശിതറ്. ಎಂದಲೆ യേശു ಒಂದು ಜನ ചെയ്തറ ലോകല പാപക് യേശു ഈ യാഗമായത്. ನಂಗ ಮರಣ ಹೋಪ സ്ഥാനക് യേശു മരണ ഏറ്റുന്നത്. യേശുന ഈ പാപ പരിഹാരല് നീന് ഏറ്റുകൊണ്ടാലേ നിന്നെ പരിപൂർണമായി അവന് രക്ഷ ചെയ്താണ്. ചിത്രം 18. യേശുവിൻ്റെ പുനരുദ്ധാനം. യേശുവിന എതിരുകളിന വിചാര അവനെ നശിപ്പിച്ചിदेವು. ഇനി അവന് ಎದ್ದು ಬರ. യേശുവിനെ ಒಂದು ಕಲ್ಲೊಳಗೆ ಅಡಕ ಮಾಡಿದರು.
ಅದನ ಬಾಕಿಲು ಕಲ್ಲುಕೊಂಡು ಅಡ್ತರು. 1-2 ದಿನ ಕಳಿಂತು 3ാം ದಿನ ಕಲ್ಲರೆ ಎದ್ದು ಬಂದನು. 3ാം ದಿನ കുറെ സ്ത്രീകൾ ಕಲ್ಲರೆಗೆ ಬಂದರು. ಆ ಸಮಯ 2 ദൂതന്മാർ ಅವರೊಂದಿಗೆ, ನಿಂಗ ಯಾರನ್ನೇ ನೋಡದು? ಅವನು ಇಲ್ಲಿ ಕಾಣೆ. ಯೇಸು ಉಯರ್ತಿದ್ದಾನು. ಯೇಸು ಸಾತಾನೆ ಜಯಿಸಿದನು, മരണനെ ജയിച്ചതാണ്. ചിത്രം 19. തോമസ് വിശ്വസിക്കുന്നു. യേശു മരണത ಎದ್ದ ശേಷ ಅನೇಕ ആളുകൾ യേശു പ്രത്യക്ഷപ്പെട്ടാണ്. ಒಂಜಿನ ಶಿಷ್ಯന്മാരുടെ കൂടെ യേശു ಭಕ್ಷಣ ತಿಂದಾನು. ಆ ದಿನ തോമസ് ಇಲ್ಲಿ ಇತ್ತಿಲ್ಲೆ. തോമസ് ಹೇಳಿದನು, ನನಗೆ ಯೇಸುವಿനെ ಕಾಣಕ್ಕೆ ಎಂದು ಅವನು ಹೇಳಿದನು. യേശു ಒಂಜಿನ തോമസും കൂടെ ಇದ್ದ ಸಮಯ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടാണ്. ಆಗ തോമസ്, ನನ್ನ യേശുവೇ, ನಾನು ನಿನ್ನೆ ಏറ്റുಕೊಳ್ಳುತ್ತೇನೆ ಎಂದು ಹೇಳಿದನು. കാണാതെയുള്ള വിശ്വാസ ഭാഗ്യമുള്ളവർ. ചിത്രം 20. യേശു സ്വർഗത്തിലോട്ട് മടങ്ങിപ്പോയി. യേശു മരണത ಎದ್ದ ശേಷ 40 ದಿನ ആൾക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടാണ്. ഭൂമിയിലുള്ള തന്ന പ്രവൃത്തി തികച്ച ശേഷ യേശു ಸ್ವರ್ಗಕ್ಕೆ ಹೋದನು. ಈ ನೇರ 2 ದೂತರು ಶಿಷ್ಯರಿಗೆ ಪ್ರತ್ಯಕ್ಷಪಟ್ಟರು. ನಿಂಗ ಇಂತೆ ನೋಡಿಯದು ಏನ? യേശു ಹೋದ പോലെ വീണ്ടും വന്നನು. യേശു ಹೇಳಿದನು, ನಾನು ನಿಂಗಾಗಿ ಒಂದು ಸ್ಥಳ ಓರ್ಕಲೆ ಒಪ್ಪದು. ಅದನ ಶೇಷ ನಿಂಗನೆ ಸ್ವರ್ಗಕ್ಕೆ ಕೊಂಡುಹೋದನು. ಈ ಯಾತ್ರೆಗೆ ನಿಂಗ ರೆಡಿಯಾ? ചിത്രം 21. ശൂന്യമായ കുരിശ്. യേശു യാനക കുരിശിൽ മരണപ്പെട്ടನು. പാപലാകപ്പെട്ട മൈസനെ രക്ഷ ചെയ്യവിലെ. യേശു കുറ്റ ചെയ്തിട്ടല്ല മരണപ്പെട്ടത്, ಮೈಸನೆ രക്ഷ ചെയ്യവിಲೆ ಬೇಕಾയി. ನಿಂಗ ಜೀವಿತದ ದುಷ್ಟ ಸ್ವಭಾವ ಯೇಸುವೊಂದಿಗೆ ಏಟು ಹೇಳಿದಲೆ ನಿಂಗನೆ യേശു രക്ഷ ചെയ്തನು. ಚಿತ್ರಂ 22. 2 വഴികൾ. ಮೈಸನ ಜೀವಿತದಲ್ಲಿ 2 ದಾರಿಗಳು ಇದ್ದೆ. ಅಂದರೆ ಒಂದು ದಾರಿ ಲೋಕಪ್ರಕಾರ ಉಳ್ಳದು, ಮತ್ತೆ ಒಂದು ದಾರಿ ದೈವದಾರಿ. ദൈവദാരി സ്വർഗക്ക് ഹോപ്പലുള്ളത്. വീതിയുള്ള ദാരി നേരെ നരകക്ക് ഹോപ്പത്. കുറച്ച് വിഷമമുള്ള ദാരി നേരെ സ്വർഗക്കുള്ളത്. ಅವಸ್ಥೆ ನಂಗ ಯೇಸುವಿനെ ಏറ്റുಕೊಳ್ಳಬೇಕು. ಯೇಸು ಹೇಳಿದನು, ನಾನು ಸ್ವರ್ಗನ ಬಾಕಿಲು. ಈ ಬಾಕಿಲು ಕೂಡಿ ಕಡಿಯವನಿಗೆ ಪಾಪರಕ್ಷಕನಾಣೆ ಯೇಸು ನಿನ್ನ ಪಾಪಗೆ ಕ್ಷಮ ಕೊಟ್ಟನು. ಯೇಸುವಿനെ ನಿಂಗ ಏറ്റുಕೊಳ್ಳಲೆ ಈ ಪ್ರಾರ್ಥನೆ ಮಾಡಬಹುದು. ಯೇಸುವೇ, ನನ್ನ ಪಾಪಗೆ ನೀನು ಮರಣപ്പെട്ടത്, ನನ್ನ ಜೀವದಲ ಕುറ്റಗೆ ನೀನು ಮಾಪು ಕೊಡಕ್ಕೆ, ನನ್ನ ಮನಸ್ಸು ಪಾಪ ಸ್ವಭಾವದ ಮೋಚನ ಕೊಡಕ್ಕೆ. യേശുവേ, നിന്നെ നാന് ನನ್ನ മനസ്സിൽ ഏറ്റുകൊണ്ടെന്ന് സ്വർഗല് നന്നെയും അംഗമാടക്ക്. ചിത്രം 23. ദൈവമക്കൾ. എല്ലാ രാജ്യതവും എല്ലാ ജാതിതവും എല്ലാ ഭാഷതവും ഉള്ള ജനനെ തന്ന സ്വർഗല് യേശു ചേർത്തുകൊണ്ടാണ്. ചിത്രം 24. വീണ്ടും ജനനം. യഹൂദ മതമുള്ള ಒಂದು ಪ್ರಮಾಣಿ ನಿಕೋದೇಮೋಸ್ ಎಂದ ಒಂದು ಆಳು ಯೇಸುವಿനെ കാണಕ್ಕೆ ಬಂದನು. യേശു ആ ആളൊഞ്ചിಗೆ നീന് ಒಂದು പുതിയ ജീവിത നയിസക്ക്. ಈ ಆಳು ದೈವವಚನ പഠിപ്പിಸವನು. ಈ ನಿಕೋದೇಮೋಸ್ಗೂ ಯೇಸುವಿನ ವಚನನೆ ನನ್ನ ಮನಸ್ಸಿൽ ಏറ്റുಕೊಳ್ಳಬೇಕು. ನಂಗ ರಕ್ಷೆಗೆ ಯೇಸುವಿനെ ಏറ്റുಕೊಳ್ಳಬೇಕು. ചിത്രം 25. പരിശുദ്ധാത്മാവ് വരുന്നു. യേശു ತನ್ನ ಶಿಷ್ಯರೊಂದಿಗೆ ನಾನು ಹೋದ ಶೇಷ ನಾನು ಹೇಳಿದ ಪ್ರಕಾರ ಪರಿಶುದ್ಧ ಶಕ್ತಿನೆ ನಿಂಗ ತಣೆಗೆ ಅಯಚಿದನು. ಒಂಜಿನ യേശുവിನ ಪರಿಶುದ್ಧ ಶಕ್ತಿ ಶಿಷ್ಯರಿಗೆ ಬಂತು. അവർ പലവിധ വരങ്ങൾ അവർക്ക് ಕೊಟ್ಟನು. ചിത്രം 26. വെളിച്ചത്തിൽ നടക്കുക. ഈ വ്യക്തിനെ നോടു, അവനക്ക് ഇരുട്ട് നടിവത്. ദൈവവചന വായിಸೋದು ಕಾಣೆ. ಅವನು ಎಲ್ಲಿಗ ಹೋಪದು ಎಂದು ಗೊತ್ತು ಕಾಣೆ. ಅವಸಾನ ഇരുട്ടില് ಆಯಿ ಹೋಪದು. ದೈವವಚನ ಅನುಸರಿಸೋವರ್ಗು ಬಣಿಸ ಇದ್ದೆ. ಅವನಗೆ ಒಳ್ಳೆ ಚಿಂತೆ ಇದ್ದೆ. ಅವನಗೆ ಕ್ಷಮೆ ಇದ್ದೆ. ಅವನಗೆ ಸಮಾಧಾನ ಇದ್ದೆ. ಯೇಸು ಹೇಳಿದನು, ನಾನು ಲೋಗಲ ಬಣಿಸ. ಅವನಿಗೆ ഇരുട്ട് സ്വഭാವ ಕಾಣೆ.
നീന് ഏവ മനുഷ്യന പോലെ. ചിത്രം 27. പുതിയ മനുഷ്യൻ. യേശുവിനുള്ളവന് ಒಂದು ಹೊಸ ಮೈಸನು. യേശു തന്ന പാപക്ഷമೆ ಕೊಟ್ಟಕೊಂಡು ದೈವಂದಿಗೆ നന്ദിയുള്ളവನು. മന്ത്രവാദ, കലഹ, ലഹളെ, കളവ് ഈ വക വിജാനിത പ്രവൃത്തി അവന് കാണെ. ചിത്രം 28. ക്രിസ്ത്യ കുടുംബം. ಈ ಕುಟುಂಬನೋಡು ಸ್ನೇಹ ಸಮಾಧಾನ ಅವ್ರಿಗಿದ್ದೆ. അവർ ദൈവവചന വായിച്ച് പ്രാർത്ഥിച്ച് ദൈവമാകಬೇಕಾയി അവർ ജീവിച്ചിದ್ದಾರೆ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങൾ യേശുവിനെ അവർ കൈക്കൊണ്ട ആ ദിന തൊട്ടു അവരുടെ മക്ക, അവരുടെ കുടുംബ, അവരുടെ ഭാര്യ, ഭർത്താവ്, ബന്ധ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ ಒಂದು ಅನುಭವ അവരുടെ കുടുംബത്തിൻ്റെ. അവർ പാഠപുസ്തക മക്കൾക്ക് വളരെ സന്തോഷ പ്രകടമായ രീതിയിൽ ആ കുടുംബ പാഠപുസ്തക വായിച്ച് ആ ദൈവവചന ധ്യാനിച്ച് ദൈവവേക്കായി അവർ ജീവിച്ച് ദൈവനോട് പ്രാർത്ഥിച്ച് യേശുവിನ സമാധാന സന്തോഷവും ആ കുടുംബ ಒಂದೋ ದಿನವೂ അവർ പ്രത്യാശയോടെ ജീവിത നയിച്ചിದ್ದಾರೆ. ചിത്രം 29. ശത്രുവിനെ സ്നേഹിക്കുവിൻ. ജാതി ഭേദ ഇല്ലാതെ എല്ലാവരെയും ಒಳ್ಳೆಯದು കരുതാക്ക്. കള്ളന്മാർ ഉപദ്രവിച്ചത ആ അന്യമതക്കാരനെ യേശു സ്നേഹിച്ചതാണ്. നങ്കും ഇതുപോലെ ആയിത്തീരാക്ക്. യേശുന ജീവിത കാലഘട്ടത്തില് യേശു അനേക ആൾക്കാർക്ക് സൗഖ്യ കൊട്ടാണ്. അവരുടെ രോഗ മാറ്റിയതാണ്. അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷ യേശു മുഖാന്തര ഉണ്ടായില്ലേ. ഇതുപോലെ ഇന്ന് ലോകല് തമ്മിൽ ശത്രുത ഉള്ള ಒಂದು അനുഭവ എല്ലാ കുടുംബങ്ങളിലും അതുപോലെ എല്ലാ രാജ്യങ്ങളിലും വർദ്ധിച്ചു വര അനുഭവിച്ചേ. ഈ അനുഭവ മാറാക്ക് എന്തികളും യേശുവിನ അഭിപ്രായ. തന്നെ ഇറുപ്പ ജന ഈ തമ്മിൽ ഉള്ള സ്നേഹലും ബന്ധലും ജാതി ഭേദ ನೋಡದೆ തമ്മിലും മനോഹരമായ ಒಂದು ജീവിത അവർ നയിസാക്ക് എന്ന് ಹೇಳಿ യേശുവിನ ആഗ്രഹ. ചിത്രം 30. യേശു ശക്തനായവൻ. യേശുവിൽ ആശ്രയിച്ച ആളുകൾ മന്ത്രതന്ത്രങ്ങളെ വെളുക്ക് കാണെ. യേശു ഈ ലോകലുള്ള എല്ലാ ശക്തികളെക്കാളും സർവശക്തന്. പിശാചിനെ അഞ്ചവട. യേശു നിന്ന കൂടെ ഇല്ലേ. അതെ പ്രിയ സുഹൃത്തുക്കളെ, യേശുവിನ മക്കൾക്ക് യഥാർത്ഥമായി ഈ ലോകൽ കാണാ ദുഷ്ട ശക്തി പിശാച് ആ എതിരികളെ അവർക്ക് കാണെ. കാരണം യേശു ഇവർന്ന കൂടെ ഏ സമയലും അവരുടെ ജീവിതത്തിൽ കൂടെ ഇದ್ದಿനെ. അവരുടെ ജീവിത, അവരുടെ സ്വഭാವ, അവരുടെ ചിന്ത എല്ലാം യേശു ಗೊತ್ತು. യേശുവിನ അടിസ്ഥാനമുള്ള ജീവിത അത് ലോകല് ഞങ്ങളുടെ കുടുംബാല് ഏറ്റവും മനോഹരവും ഏറ്റവും ചന്തവും ഏറ്റവും ഉചിതവുമായ കുടുംബജീവിത യേശു മുഖാന്തരമുള്ള കുടുംബജീവിത നയിസലെ സാധിച്ചത്. ചിത്രം 31. ದುಷ್ಟಾತ್ಮಗಳെ പുറത്താക്കൽ. ಗದರ ಎಂದ ಒಂದು ತಲಲು ಭೂತ ಬಾಧಿಸಿದ ಒಂದು ವ್ಯಕ್ತಿ ಇದ್ದನು. ಆ ವ್ಯಕ್ತಿನೇ ಉದ್ದಲು ಇದ್ದ ಭೂತ, ಯೇಸುವೇ ನಂಗನೆ ಉಪದ್ರವಿಸಬೇಡ, ನೀನು ಯಾರ ಎಂದು ನಂಗಗೆ ಗೊತ್ತು, ನೀನು ದೈವಪುತ್ರನು. ಯೇಸು ಆ ಭೂತನೆ ಈ ಮೈಸನೆ ಬಿಟ್ಟು ಹೋ ಎಂದು ಹೇಳಿದನು. ಈ ಪ್ರಾರ್ಥನೆ ನಿನ್ನ ಮನಸ್ಸು ಪೋಲೆ ಹೇಳು. ಪ್ರೇತ ಪಿಶಾಚಿ ನಿನ್ನೆ ಉಪದ್ರವಿಸಿದಲೆ, ಯೇಸುವೇ ಈ ಬಾಧನ ನನ್ನ ರಕ್ಷ ചെയ്യിക്കു. ನಿನ್ನ ದೇಶಲ ದೈವ ಮಕ್ಕಳೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಲೇ ನೀನು ಹೇಳು. ಅದೇ ಪ್ರಿಯರೇ, ಭೂತ പ്രേത പിശാച് എന്തുക്ക് അടിമപ്പെട്ട് ಒಂದು വിധ ജന ജീവിസ അനുഭവ ಇಂದು ലോകലില്ലേ. ഈ ബാധയുള്ള ആളുകൾ യേശുക്രിസ്തു തന്ന ജീവിത സാഹചര്യത്തിൽ തന്ന കാലല് രക്ഷ ചെയ്തിനെ. ഈ അവസ്ഥ യേശുവിനെ ಏറ്റുಕೊಳ್ಳ ಒಂದೊಂದು ವ್ಯಕ್ತಿಗೂ ಅನುಭವಸ್ಥ ಮಾಡಬಹುದು. യേശു ಈ ಲೋಕಲಿದ್ದಾಗ ಅನೇಕ ಭೂತ പ്രേത പിശാചുക്കളെ ಓಡಿಸಿದನು. യേശുവിനെ കാണുക, യേശുവേ നീನು ನಂಗನೆ ಉಪದ್ರವಿಸಬೇಡ, ನೀನು ಯಾರ ಎಂದು ಹೇಳಿ ನಂಗೆ ಗೊತ್ತು ಎಂದು പിശാചು പോലും യേശുവിൻ്റെ ಹೇಳಿದನು. അതുകൊണ്ട് പ്രിയരെ, ഈ അവസ്ഥയിൽ ആയിര നിങ്ക ഇದ್ದലെ യേശുവിൻ്റെ നിങ്ക ഈ പ്രാർത്ഥന മാಡು. യേശുവേ ഈ അവസ്ഥയിൽ നിന്ന് നന്നെ മോചന നീನು ചെയ്യ. ചിത്രം 32. പ്രലോഭനങ്ങൾ. പിശാചിന ನಂಗ ಮೇലുള്ള ಪದ್ಧತಿ ಈ ಲೋಕലുള്ള ಈ ಪ್ರವೃತ್ತಿ ചെയ്യവലെ ദേശക്കര ಹೇಳಿದನು. ಬೀಡಿಕುಡಿ, ಮದ್ಯಕುಡಿ. ಈ ಪ್ರವೃತ್ತಿ ಯಥಾರ್ಥമായി ಪೈಶಾಚಿ ಶಕ್ತಿನ ಒಂದು ಪ್ರವೃತ್ತಿ ಎಂದು ಹೇಳಿ ಮನಸ್ಸು ಮಾಡಬಹುದು.
ഈ ലോകല് വളരെയധികം ദുഷ്പ്രവൃത്തി അടിക്കടി കൂടി അനുഭവ ദേശലജ്യ. യഥാർത്ഥമായി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയിദ്യവ. മനുഷ്യന് യഥാർത്ഥമായി ചെയ്തിലുള്ള പ്രവൃത്തിയല്ല ഇവയല്ല. ഇത് പലപ്പോഴും മനുഷ്യന് വളരെയധികം ദോഷ ചെയ്തത്. ഇതാ മനുഷ്യന് ಒಂದು ആശ്വാസപ്പെടക്ക് അവന കുടുംബല് സ്വസ്ഥത ഉണ്ടാക്കും. ഇത് മുഖാന്തര കുടുംബ നഷ്ടപ്പെടുವುದು ಇದ್ದೆ. കുടുംബൽ കലഹ ഉണ്ടാപ്പതിದ್ದೆ, കുടുംബൽ വിഷയങ്ങൾ ഉണ്ടാപ്പതിದ್ದೆ. ഇത് മുഖാന്തരമുള്ള സാമ്പത്തിക നഷ്ട അനവധി. ഈ പൈശാചിന പ്രവൃത്തി നിങ്ങൾ ബുദ്ധിപൂർവ മനസ്സിಲು ಮಾಡಿ യേശുവിನ കൃപയിലേക്ക് നിങ്ങനെ ആഹ്വാന ചെയ്യുക. ചിത്രം 33. നമ്മൾ പാപം ചെയ്താൽ സ്വന്തം അനിത ദൂರ ಹೋയി വൃത്തികെട്ട ജീവിത നയിച്ചത അവന് തനക്ക് തോന്നിದ പോലെ ജീവിച്ചതാണ്. അവസാന ಅವನಿಗೆ ಎಲ್ಲ ನಷ್ಟಪಟ್ಟತ್ತು. ಆ ಸಮಯ ಅವನು ಒಂದು ತೀರ್ಮಾನ ಮಾಡಿದನು. ನಾನು ಬಿಟ್ಟು ಬಂದ ತನ್ನ ಅಪ್ಪನ ಮನೆಗೆ ಹೋದನು. ಅವನ ಅಪ್ಪನು ಅವನಿಗೆ ചെയ്ത തെറ്റ് ക്ഷമിച്ചതാണ്. ഈ അവസ്ഥ പോലെ നിങ്ങ തിരിച്ചു പറവ് എന്ത് ദൈവ ആഗ്രഹ. അത് പ്രിയ സുഹൃത്തെ, ദൈവ ഇതുപോലെ അവസ്ഥയിൽ ജീവിച്ച വ്യക്തികളെ തന്ന സ്വന്തം ಮನೆಗೆ ചേർത്തിക്കൊള്ളുന്നതിനെ എന്ത് ಹೇಳಿ ദൈവನ ആഗ്രಹ. ദൈവവചനവും വ്യക്തമായി അതിനെക്കുറിച്ച് എഴുതിനെ. നിങ്ങ ദൈവവചന അടിസ്ഥാന ಬಂದಲೆ പൂർണ്ണമായും ദൈവ നിങ്ങന അവസ്ഥ മാറ്റി സ്വർഗരാജക്ക് ചേർത്തുകൊള്ളലെ അവനക്ക് ആഗ്രഹ ഇದ್ದೆ. ചിത്രം 34. രോഗങ്ങൾ. ദൈവമക്കൾക്ക് രോഗ ಬಂದಲೆ യേശുവೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಕ್ಕೆ. ದೈವ ಪ್ರಾರ್ಥನೆ ಕೇಳಿ ಅವನಿಗೆ ಸುಖ ಕೊಟ್ಟನು. ദൈവമക്കൾക്ക് ಬರ ಎಲ್ಲ ವಿಷಯವೂ യേശു ഏറ്റുകൊണ്ടാണ്. ನಂಗನ ವಿಷಮ ಕಾಣಲೆ യേശു ನಂಗ കൂടെ ഇജ്ജനെ. അതെ പ്രിയരെ, നിങ്ങൾക്ക് പറ വിഷയങ്ങൾ, രോഗ, പ്രയാസ, ബുദ്ധിമുട്ട് ഇതെല്ലാം യേശു തമ്പരാണ് നിങ്ങൾക്ക് മാറ്റിക്കൊട്ടാണ്. നിങ്ങ വിശ്വാಸ യേശുവിൽ അർപ്പിച്ചതല്ലേ ഈ പറ അവസ്ഥയ്ക്കെല്ലാം യേശു നിങ്ങ ജീവിത വ്യത്യാസ കൊട്ടാണ്. ചിത്രം 35. മരണം. ಒಂಜಿನ ನಂಗ എല്ലാവരും മരണപ്പെട്ടു. ആക നങ്കക്ക് ഏന പറ്റിയത് യേശുവിനെ വിശ്വാസ ഉള്ളവർ ദൈവത്തണയ്ക്ക് പോയതവർ. എന്തല്ലേ മറ്റുള്ളവർക്ക് ദൈവനെ കാണലേ സാധ്യമല്ല. നീന് മരണപ്പെട്ടല്ലേ എല്ലിക ഹോജെ. അതെ പ്രിയരെ, മരണന ശേഷമുള്ള ജീവിതനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായന? മരണ ഏ സമയം വന്നത് അത് പ്രായോ പരിധിയോ വ്യത്യാസക്കാണെ. മരണ എക്കാലവും നങ്ക കൂടെ ഇജ്ജെ എന്ത് ദൈവവചനവും ಹೇಳಿದ್ದೆ. മരണന ശേഷ നിങ്ങ ജീവിത ಎಲ್ಲ ചെലവാതാത്. മരണന ശേഷ നിങ്ങ പ്രത്യാശയാണ്. എന്തായാലും യേശു ക്രിസ്തു ഈ മരണനെ കുറിച്ച് ಹೇಳಿದ್ದೆ. ನಾನು മരണനെ ജയിച്ചതാണ്, അതുകൊണ്ട് നന്നുള്ളവരും മരണനെ ജയിച്ചിതാറ്. മരണത്തിൽ നിന്ന് അവർക്കൊന്ന് മോചന നാൻ കൊട്ടേന് എന്ന് യേശു ಹೇಳಿದಾണ്. ചിത്രം 36. കർത്താവിന്റെ ശരീരം. ನಂಗ ಶರೀರಗ ಒಂದೊಂದು ಭಾಗ ಇದ್ದೆ. ಈ ಭಾಗಲು ಕೈಲೋ ಕಾಲಲೋ ಮುರಿವು ಬಂದಲೆ ಇದು ಶರೀರ ಮೊತ್ತಗ ವೇದನೆ ಬಂದದು. ಇದುപോലെ ದೈವಮಕ್ಕ ಸಭೆನ ತಲೆ ಕ್ರಿಸ್ತು. ಇಂತಿಹಾಳಗ തല ആയിര ക്രിസ്തുവിന കൽപ്പനെ നങ്ക അനുസരിച്ച. ഇതുപോലെ സഭനെ യേശു ക്രിസ്തു സെറ്റപ്പ് ಮಾಡಿದಿനെ. സഭന കൽപ്പನೆ ദൈവമക്ക അനുസരിച്ച. ക്രിസ്തു തലേ ആയിര പോലെ സഭന ദൈവമക്ക അവയവങ്ങൾ കൈ, കാല്, കണ്ണ്, മൂക്ക് എന്ന് ಹೇಳಿದ പോലെ തലയും കൈയും കാലും ബന്ധ ഇದ್ದലെ മാത്രമേ ಒಂದು ശരീര പ്രവർത്തിസലെ പൊത്തു. അതുപോലെ ക്രിസ്തു ആയിര തലയും ഉടലും ആയിട്ട് ബന്ധ ഇದ್ದലെ നങ്കക്ക് തെറ്റ് ചെയ്യലേ സാധ്യമല്ല. അങ്ങനെ എല്ലാ അവസ്ഥയും യേശു ക്രിസ്തു എന്ന ബന്ധല് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിതത്തില് തെറ്റ് വരാതെയും ജീവിസലെ നമുക്ക് സാധിച്ചത്. ചിത്രം 37. ആത്മീയ സംഗമം ആരാധനയ്ക്കായി. എല്ലാ ദൈവമക്കവും ദൈവനെ ആരാധിസക്ക്. ನಂಗ യേശുಗು പാടക്ക്, യേശുവೊಂದಿಗೆ പ്രാർത്ഥിസക്ക്, യേശുന മരണനെ ഓർക്ക്. ഈ ഓർമ്മ നങ്കക്ക് ಬೇಕಾയി മരണപ്പെട്ട യേശുന ഓർമ്മ. അതെ പ്രിയരെ, യേശുവിനെ കുറിച്ചുള്ള ഓർമ്മ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ആനന്ദവും ഇದ್ದೆ. യേശു നമുക്ക് ಬೇಕಾയി ചെയ്ത കഷ്ടത ഈ ലോകലിറുക ഓർപ്പലെ ദൈവ നമുക്ക് ಹೇಳಿದನೆ. യേശു നമുക്ക് ಬೇಕಾയി മരണപ്പെട്ടതും തന്ന ജീവനെ നമുക്ക് പാവ ಬೇಕಾയി ബലി അർപ്പിച്ചതും ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും സന്തോഷവും സമാധാനവും നമുക്ക് യേശു കൊട്ടാണ്. ചിത്രം 38. യേശു മടങ്ങി വരും. യേശു ಒಂಜಿನ ಆಕಾಶಲು ಬಂದನು. ಆ ಸಮಯ ತನ್ನ ಮಕ್ಕನೆ ಕರೆದು ചേർത്താണ്.
വിശ്വാസ ഉള്ളവർ എല്ലാവരും അവനെ കണ്ടറ്. എന്തല്ലേ വിശ്വാസ ഇല്ലാതവർക്ക് ന്യായവിധി ഇല്ലേ. ಈ ವರವಿಗೆ ವಿಶ್ವಾಸಿಗ ಕಾತಿರಕ್ ಇಂದು ಯೇಸು ಬಂದಲೆ ನಿಂಗ ಒರಿಗಿದೇವ. ಅದೇ ಪ್ರಿಯರೇ, ಯೇಸು ಕ್ರಿಸ್ತು ಉನ್ನ ಕಾಲಘಟ್ಟಲು ಯೇಸು ಕ್ರಿಸ್ತು ತನ್ನ ಜನೊಂದಿಗೆ ಇಂತೆ ಹೇಳಿದನು, ನಾನು ಹೋದ ಪೊಲೆ ವಂಜನು ಆ ವರವಿಗೆ ನಿಂಗ ಒರಿಗಿರಾಕ್. ലോകല് തന്നെ പ്രത്യാശ കാത്തു സൂക്ഷിച്ച തന്ന മക്കനെ ചേർസലെ സ്വർഗ കൊണ്ടുപോലെ യേശുക്രിസ്തു വീണ്ടും ഭൂമിക്ക് വന്നാണ് എന്ന് വചന വ്യക്തമായി ಹೇಳುತ್ತದೆ. ചിത്രം 39 ഫലം കായ്ക്കുന്നു. ಒಂದು ಮರ ಕಾಯಿಸ പോലെ ನಂಗലും ಒಳ್ಳೆ ಕಾಯಿ ಇರಕ್. ಒಂದು ಮರನ ಕೊಂಬುಗು ಆ ಮರ ಆಯಿ ಬಂದಬೇಕು. ಇದನ ಮರ್ಮ ಮರ ಏಸು, ಕೊಂಬು ನಂಗ, ಕಾಯ್ಕನಿ ನಂಗ ಜೀವಿತ ಅಲ ಒಳ್ಳೆ ಚಿಂದೆ. ಆ ಚಿಂದೆ ಸ್ನೇಹ, ಸಂತೋಷ, ಸಮಾಧಾನ, ಕ್ಷಮೆ. ഉപകാര കൊമ്പുല് കായി ഇറതലെ ഇതിനെ തെറുത്ത് കളിവത്. അതെ പ്രിയരേ, യേശു തന്ന മക്കവും തമ്മിലുള്ള ബന്ധനെക്കുറിച്ച് ಈಗಲೂ ಈ ವಚನ ಹೇಳಿರೋದು. യേശു ತನ್ನ ಜನೊಂದಿಗೆ ನಾನು ಸಾಕ್ಷಾಲ್ മുന്തിരിവള്ളി നിങ്ക കൊമ്പു. ಹಾಗೆ ಈ മുന്തിരിവള്ളിയിൽ കൊമ്പുക്ക് ബന്ധ ಇದ್ದಲೆ മാത്രമേ ಒಳ್ಳೆ ಹಣ್ಣು അതില് ആക്കന്തಲೆ ಎಂದು ಹೇಳಿದ പോലെ യേശു ദൈവന ಜನವು തമ്മിൽ എക്കാലവും ಒಂದು ബന്ധ ಬೇಕು, ಪ್ರಾರ್ಥನೆ ಬೇಕು, അതുപോലെ ಒಳ್ಳೆ ಚಿಂತೆ ಬೇಕು, അതുപോലെ ഉപകാര ಬೇಕು. ഇതെല്ലാം കൊമ്പുല കായ്ക്കനി പോലെ യേശു കരുതിയതാണ്. ചിത്രം 40 സാക്ഷികളാകുന്നു. പാപದ ಮರಣದ രക്ഷപ്പെടുವುದು ಎಂದಲೇ ಈ ವಾರ್ತೆ ಎಲ್ಲಾ ಜನವೂ ಹಾಳಾಕು. ಯೇಸುವಿನ ಈ ಸುವಿಶೇಷ ಎಲ್ಲവർക്കും രക്ഷ ಆಗಲಿ. ದೈವನ ಪರಿಶುದ್ಧ ಶಕ್ತಿ ಈ ಸುವಿಶೇಷ ಹೇಳಲೆ ಕೃಪೆ ಕೊಡಲಿ. ಅದು ചെയ്തതിനുമേ ഈ കാലത്ത് സുവിശേഷ യേശുവിನ രക്ഷണ സുവിശേഷ ಅದು ಲೋಕಲ್ എല്ലാ ಜನಗಳಿಗೂ ಹಾಳಾಕು ಎಂದು ಹೇಳಿ ദൈവನ ಕಲ್ಪನೆ. ഈ കൽപ്പನೆ ദൈവജന അംഗീകരിച്ച് ഏറ്റിത്തി ನಂಗ ಚೀಯಕ್. ദൈവ തന്ന ജനനെ ചേർസലെ പറക. ഇതുപോലെ സാക്ഷികളാದ ತನ್ನ ಜನ ಅವನೇ ಕಾಣಗ ದೈವ വളരെ സന്തോഷം ಉಂಟಾದ. ಈ ಸುವಿಶೇಷ ಹೇಳಲೆ ನಿಂಗ ಒಂದೊಂದಾಳಿಗೂ ದೈವ ಕೃಪಾ ಕೊಡಾಲಿ. ಅಮೇನ್.